കൃപാസനം പത്രം ജൂൺ 2026 പാർട്ട് 6. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നുള്ള സുരേഷിന്റെ സാക്ഷ്യം. 3 മാസം ആയുസ് പറഞ്ഞ ഞാനാണ് മരിയൻ ഉടമ്പടി വഴി മൈക്കെടുത്ത് അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. ഒമാനിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് 5 പ്രാവശ്യം സ്ട്രോക്ക് വന്ന് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. തലച്ചോറിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 3 മാസത്തിൽ കൂടുതൽ ഇനി ആയുസ് ഉണ്ടാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അവിടെ നിന്ന് എന്നെ നാട്ടിലേക്ക് കയറ്റി അയച്ചു. എയർപോർട്ടിൽ നിന്ന് ആംബുലൻസിൽ പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയെങ്കിലും ആരും എന്നെ എടുത്തില്ല. അവസാനം ഒരു ഹോസ്പിറ്റലുകാർ ഉറക്ക ഗുളികയും വേദനയുടെ ഗുളികയും തന്ന് അവിടെ കിടത്താമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി. എൻ്റെ സ്ഥലം ചില ബന്ധുക്കൾ എഴുതിയെടുത്തു. അതിനുശേഷം എന്നെ കുറച്ചുപേർ ചേർന്ന് കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി അത്ഭുതകരമായി പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. മൂവാറ്റുപുഴ വാഴക്കുളത്തു നിന്നുള്ള ടോമി ജോസഫിന്റെ സാക്ഷ്യം. അനിയത്തി പറഞ്ഞതനുസരിച്ച് ഉടമ്പടിയെടുത്ത എൻ്റെ ജീവിതത്തിലുണ്ടായ സമയച്ചുരുക്ക ദൈവിക ഇടപെടൽ. എൻ്റെ വീട് പണി ആരംഭിച്ച് പൂർത്തിയാക്കാൻ പറ്റാതെ കിടക്കുകയായിരുന്നു. എൻ്റെ അനിയത്തി പറഞ്ഞതനുസരിച്ച് ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം പണി തീരാത്ത വീടിൻ്റെ കട്ടിലപ്പടികളിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി പണി പൂർത്തിയാക്കാനും പെട്ടെന്ന് തന്നെ മകളുടെ കല്യാണം നടക്കാനും സാധിച്ചു. കൂടാതെ എനിക്ക് പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി. പല ടെസ്റ്റുകളും ചെയ്ത് മരുന്നുകളൊക്കെ കഴിച്ചുവെങ്കിലും പനി മാറുന്നില്ല. എൻ്റെ ഭാര്യ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടുകയും വെഞ്ചരിച്ചുപ്പ് നാവിൽ പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ അസുഖം കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ കിട്ടി അസുഖം മാറുകയും ചെയ്തു. കൊല്ലം തേവലക്കരയിൽ നിന്നുള്ള തങ്കമണിയുടെ സാക്ഷ്യം. ഉടമ്പടിയുടെ ആദ്യ നിയോഗം എഴുതുമ്പോൾ തന്നെ മാതാവ് ഫയലിൽ ഒപ്പിട്ടു. ഞാൻ 2018 ഒരു സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായി ജോലിക്ക് കയറിയെങ്കിലും സ്ഥിരമല്ലായിരുന്നു. ആ ജോലിയിൽ സ്ഥിരപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ ഇരിക്കുമ്പോൾ തന്നെ തങ്കമണി ജൂൺ മാസം തൊട്ട് ഇവിടെ സ്ഥിരമാണെന്ന് പറഞ്ഞ് എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. എനിക്കത് മാതാവിന്റെ അരുളപ്പാട് പോലെയാണ് തോന്നിയത്. എനിക്ക് സ്ഥിരമായി ജോലി കിട്ടി. കൂടാതെ എനിക്ക് ചോർന്നൊലിക്കുന്ന ഒരു ഭവനമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനൊരു ഭവനത്തിനു വേണ്ടി നിയോഗം വെച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി 1600 സ്ക്വയർ ഫീറ്റിന്റെ ഒരു 2 നില വീട് പണിതീർത്ത് താമസിക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. കണ്ണൂരിൽ നിന്നുള്ള പ്രീതിയുടെ സാക്ഷ്യം. എളിമപ്പെടുത്തി ഉടമ്പടി എടുത്താൽ അനുഗ്രഹം ഉറപ്പ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ലായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു. ഈ സമയം ഞാൻ 3 തവണ പ്രഗ്നന്റ് ആയെങ്കിലും എല്ലാം അബോർഷനായി. ഒരു പ്രാവശ്യം ട്യൂബിലായിരുന്നതുകൊണ്ട് ട്യൂബ് എടുത്തു കളഞ്ഞു. പിന്നെ IVF ചെയ്തു. ഇനി കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നന്റ് ആയി ഒരു കുഞ്ഞിനെ ലഭിച്ചു. പിന്നെ 2 കുഞ്ഞുങ്ങളെ കൂടി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഇടുക്കി വണ്ടൻമേടിൽ നിന്നുള്ള റെജിയുടെ സാക്ഷ്യം. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് റെജിയുടെ അത്യുജ്വല സാക്ഷ്യം. ഞങ്ങൾക്ക് 18 വർഷമായി കുട്ടികളില്ലായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും പോയി ഒരുപാട് ചികിത്സകൾ നടത്തിയെങ്കിലും കുഞ്ഞിനെ ലഭിച്ചില്ല. എനിക്ക് അതിന്റെ പേരിൽ ഒരുപാട് പരിഹാസം ഏൽക്കേണ്ടി വന്നു. ഒരു ഫംഗ്ഷനും ഞാൻ പങ്കെടുക്കാൻ പോകാതായി. പിന്നെ എൻ്റെ ആന്റി വഴി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 മാസം കഴിഞ്ഞ് ഭാര്യ പ്രഗ്നന്റ് ആവുകയും യാതൊരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. കോട്ടയത്ത് നിന്നുള്ള സുജാത അനിലിന്റെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ഒറ്റ സൈത്ത് പൂശിയുള്ള പ്രാർത്ഥന വഴി ഓപ്പറേഷൻ ഒഴിവായിപ്പോയി. ഒരു ഡ്രൈവറായ എൻ്റെ ഭർത്താവ് ആൾക്കാരെയും കൊണ്ട് ഇടപ്പാൾ എന്ന സ്ഥലത്ത് ഓട്ടം പോകുന്ന സമയത്ത് അവിടെ വെച്ച് യൂറിൻ പോകാതെ വന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. യൂറിൻ ട്യൂബ് ഇട്ടപ്പോൾ എന്തോ മിസ്റ്റേക്ക് കാരണം യൂറിൻ പോകുന്നതിന് പകരം ബ്ലഡ് പോകാൻ തുടങ്ങി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഞാൻ വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, മാതാവിനോട് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് നേരാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതനുസരിച്ച് എൻ്റെ ഭർത്താവ് ചെയ്തു. എൻ്റെ മകൻ ചെന്ന് അദ്ദേഹത്തെ ഞങ്ങളുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവർ ഭർത്താവിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഭർത്താവിനെ യൂറിൻ ട്യൂബോടുകൂടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരികയും അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നുള്ള അൽഫോൻസ വിജയന്റെ സാക്ഷ്യം.
50 വർഷത്തിന് മുകളിലുള്ള മദ്യപാനത്തിന് ഉടമ്പടിയിലുണ്ടായ മരിയൻ സാന്നിധ്യ ദൈവിക ഇടപെടൽ. എന്റെ ഭർത്താവ് 50 വർഷത്തിന് മുകളിലായി മദ്യപാനത്തിനും പുകവലിക്കും അടിമയായിരുന്നു. ഞാൻ വർഷങ്ങളായി ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഞാൻ ഭർത്താവുമായി ഉടമ്പടി തൈലം അന്വേഷിച്ച് കൃപാസനത്തിൽ വരികയും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. കൃപാസനത്തിൽ കാല് ചവിട്ടിയ അന്ന് തന്നെ ഭർത്താവിന്റെ മദ്യപാനവും പുകവലിയും പൂർണ്ണമായും മാറിക്കിട്ടി. കൂടാതെ എനിക്ക് 22 വർഷമായി തുമ്മൽ അലർജി ഉണ്ടായിരുന്നു. എല്ലാ മരുന്നുകളും പരീക്ഷിച്ചുവെങ്കിലും മാറിയില്ല. പരിശുദ്ധ അമ്മ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. കുട്ടനാട്ടിൽ നിന്നുള്ള ബെറ്റ്സി പോളിന്റെ സാക്ഷ്യം. പ്രളയം വരുമ്പോൾ പേടിച്ചു ഓടാതിരിക്കാൻ ഒരു വീട് പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ എനിക്ക് അനുവദിച്ചു നൽകി. എന്റെ മകൻ പഠിച്ചിറങ്ങിയ ശേഷം ജോലിയൊന്നും ശരിയാകുന്നില്ലായിരുന്നു. മകൻ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകന് ജോലി ലഭിച്ചു. കൂടാതെ കുട്ടനാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾ എല്ലാ വർഷവും പ്രളയം വരുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ പോയി താമസിക്കണമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രളയം വരുമ്പോൾ പേടിച്ചോടാതെ താമസിക്കാൻ ഒരു വീട്, ശുദ്ധജലം, വഴിയൊക്കെ വേണമെന്ന് നിയോഗം വെച്ചതിന്റെ ഫലമായി നല്ലൊരു വീട് വാങ്ങി അവിടെ താമസിക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. UK-യിൽ നിന്നുള്ള ശരണ്യയുടെ സാക്ഷ്യം. ഒരു തുള്ളി ഉടമ്പടി തൈലം കുഞ്ഞിന്റെ നാവിൽ തൊട്ടപ്പോൾ സംഭവിച്ചത്. ദുബായിൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിരുന്ന ഞാൻ UK-യിലേക്ക് ജോലിക്ക് വേണ്ടി IELTS എക്സാം എഴുതാൻ തീരുമാനിച്ച ശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി ഷാർജയിൽ സെന്റർ എടുത്ത് പോയി എക്സാം എഴുതി പാസ്സാവുകയും UK-യിൽ ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ എന്റെ മകനെ UK-യിലെ നഴ്സറിയിൽ ചേർത്ത് 3 മാസം കഴിഞ്ഞ് അവന്റെ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അവനെ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അവൻ ആക്ടിവിറ്റീസിലെല്ലാം പുറകിലാണെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി മകന്റെ നാവിൽ തൊട്ടുകൊടുക്കുകയും നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും ചെയ്ത ശേഷം മകനെ കുറിച്ച് അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. എറണാകുളത്ത് നിന്നുള്ള മൈക്കിൾ സാജുവിന്റെ സാക്ഷ്യം. ഉടമ്പടി വഴി സമയച്ചുരുക്ക അത്ഭുതം എന്റെ ജീവിതത്തിലും നടന്നു. ഒരു ഷെഫായ എനിക്ക് 2024 ജോലി നഷ്ടപ്പെട്ടു. അതോടൊപ്പം എൻ്റെ കോൺഫിഡൻസ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ചു. അതിനുശേഷം ഞാൻ ആത്മവിശ്വാസത്തോടെ പല ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്തു. പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3 മാസത്തിനുള്ളിൽ എനിക്ക് മസ്കറ്റിൽ നിന്നും മാൽഡീവ്സിൽ നിന്നും 2 ഓഫറുകൾ വന്നു. ഞാൻ മാൽഡീവ്സിലെ ജോലി തിരഞ്ഞെടുത്തു.